ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. ഇന്ന് 9-ാം തീയതി മെയ് 9. നാളെ 10. അതായത് കല്യാണം. എൻ്റെ കല്യാണമാണ്. അതാ നോക്കൂ. അതാണ് പർദ്ദ എടുത്തുകൊണ്ട് പോകുന്നത് ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ എന്തിനാണ് എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ കോമഡിയാണ്. പറയൂ. വീട്ടിൽ നിന്ന് പോകുന്ന ആക്രാന്തത്തിൽ അങ്ങനൊന്നുമല്ല. അല്ല, ഫുഡ് കഴിച്ചപ്പം മുള്ള ഏതാണ്ട് തൊണ്ടയിൽ കുരുങ്ങി. അപ്പം എന്താ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, പക്ഷെ ഇന്നലെയാണ് കുറച്ച് സീനായത്. ഇപ്പം നാളെ കല്യാണത്തിന് അതൊരു ടെൻഷൻ ആകണ്ടെന്ന് കരുതി ഇപ്പം ആശുപത്രിയിൽ പോവാണ്. കുറച്ച് കഴിയുമ്പോൾ ബ്രൈഡിനെ കാണാനൊക്കെ ആൾക്കാർ വരും. അതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിൽ കയറണം. നന്നായിട്ട് വെയിലടിക്കുന്നത് എനിക്ക് പേടിയാണ്. ഇപ്പം കേട്ടോ വെയിലടിക്കുന്നത് ടാനൊക്കെ മാറ്റി വെച്ച. അല്ലാതെ ഞാൻ കുലസ്ത്രീ ആയിട്ടല്ല ഈ ഷാൾ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് തലേ ദിവസത്തെ സെപ്പറേറ്റ് വീഡിയോ, കല്യാണത്തിൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗ്. അല്ല, ഹോസ്പിറ്റൽ വ്ളോഗ് വേണ്ട, ഇന്നത്തെ ഫുൾ ഡേ ഇതാക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് ഹൽദി ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മളിതിൽ കാണിക്കുന്നതായിരിക്കും സമയം പോലെ. ഇതിന് മുമ്പ് ചേട്ടൻ്റെ വീട്ടിൽ പോകുന്ന ചടങ്ങ് അതൊക്കെ ഇട്ടായിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ മടിക്കായതുകൊണ്ട് കുറേ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. സാരി എടുക്കുന്നത്, സാരി എടുക്കുന്ന വീഡിയോ ഉണ്ട്. അത് വീഡിയോ ഉണ്ട്. അതൊന്നും നമ്മൾ ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അത് കല്യാണം കഴിഞ്ഞ് 1 വർഷം ആനിവേഴ്സറിക്ക് മുമ്പെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമ്മൾ അടുത്ത കല്യാണ വീടാണ് കാണുന്നത്. ഞങ്ങൾ അടുത്തടുത്താണ് നാളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വണ്ടി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ന്യൂ ലുക്കിലാണ്. എന്തായി എന്ന് ചോദിച്ചാൽ തൊണ്ടയിൽ മുള്ളെന്തോ കുരുങ്ങി, അതുകൊണ്ട് ആശുപത്രിയിൽ പോവുകയാണ്. ബസ്സിൽ കയറി. പെട്ടു. ഇവിടെ ENT ഇല്ലായിരുന്നു. ചങ്ങനാശ്ശേരി ജനറലിൽ ഇന്നത്തെ ദിവസം ENT ഇല്ലായിരുന്നു. സോ ഞങ്ങൾ ഉദയഗിരി ആശുപത്രിയിലേക്ക് പോവുകയാണ് ഓട്ടോയിൽ, പ്രൈവറ്റ്. ഞങ്ങൾക്ക് വീണ്ടും പരീക്ഷണങ്ങളാണ്. എവിടെ ENT ഡോക്ടർ ഇല്ല. ഞങ്ങൾ ഉദയഗിരി പോയി, ജനറലിൽ പോയി, പിന്നെന്താ സാമറിട്ടാണ്. NSS ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു, ഒരുപാട് ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു. അറ്റ് ലാസ്റ്റ് 1 മണിയായി. ഞങ്ങൾ കഴിച്ചിട്ട് ഒരു നഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവിടെ 2 മണിക്കുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പിടിക്കാം. യെസ്, കഴിക്കുന്നതിനൊന്നും എനിക്ക് ഗുരുവില്ല കേട്ടോ. സംഭവം എന്നാന്ന് വെച്ചാൽ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. തിയേറ്ററിൽ കയറ്റിയ പിന്നെ ടെൻഷനായി പോയി, വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, കല്യാണത്തിൻ്റെ ടെൻഷനാണെന്ന് പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ വിട്ടു. വീട്ടുകാരെയും വിളിച്ച് പറഞ്ഞു ടെൻഷനൊന്നും വേണ്ടെന്നൊക്കെ. അച്ഛനെ വിളിച്ച് പറഞ്ഞു. ഞങ്ങളങ്ങനെ വീട്ടിൽ പോന്നു. ഓക്കെ പപ്പ തേക്ക് പപ്പ. ജീവിതത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പത്തൊക്കെയുള്ള ഒരു നല്ല ജീവിതമായി മാറട്ടെ ജീവിതത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകും. സന്തോഷം.
മനോരിരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായും എന്നാശകൾ തൻ തോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാതുള്ളു നിറയാ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ ആരാധികേ പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലി മിഴിനീരു പെയ്ത മാറിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകുത്തു നൽകിടാ ും
പെണ്ണുങ്ങളാണടി തങ്കമ്മേ പരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ